1 കപ്പ് റവ വെച്ചിട്ട് 10 മിനിറ്റിൽ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള റവ ലഡു തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് 2 സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചൂടായതിന് ശേഷം ഇതിലേക്ക് 10-15 കാഷ്നട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്ത് കാഷ്നട്ട് ഈ പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ 1 കപ്പ് അളവിൽ റവ ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം കൈ എടുക്കാതെ തന്നെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. റവയുടെ കളറൊന്നും മാറാൻ പാടില്ല. ആ ഒരു രീതിക്ക് വേണം ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് ഈ റവയിലേക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും ചേർത്ത് ഒരു 2 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ തിളപ്പിച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കാം. പാലും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്നട്ടും കൂടി ഒന്ന് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കയ്യിലൊന്ന് തൊടാൻ പാകത്തിനുള്ള ചൂടിലായി കഴിഞ്ഞാൽ കയ്യിലൊരല്പം എണ്ണയോ നെയ്യോ ഒന്ന് പുരട്ടിയതിന് ശേഷം കുറേശ്ശെയായിട്ട് റവ എടുത്ത് നമുക്ക് ലഡുവിൻ്റെ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ റവയും ഒന്ന് ലഡുവിൻ്റെ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കണേ.